കായികമേളയിലെ ട്രോഫി വിവാദത്തെ തുടർന്ന് കോതമംഗലം മാർ ബേസിൽ സ്കൂളിന് വിലക്കേർപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി സ്കൂൾ മാനേജ്മെന്റ്. സർക്കാരുമായി ആലോചിച്ച് പ്രശ്ന പരിഹാരമുണ്ടാക്കുമെന്ന് സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിൽ. സ്കൂൾ കായികമേളയിലെ മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ അപാകത ഉണ്ടെന്നായിരുന്നു കോതമംഗലം മാർ ബേസിൽ സ്കൂളിന്റെ ആരോപണം. ട്രോഫി വിവാദത്തെ തുടർന്ന് മാർ ബേസിൽ ഉൾപ്പെടെ 2 സ്കൂളുകൾക്ക് വിലക്കേർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജർ പ്രതികരിച്ചു. അന്നുണ്ടായ വിവാദം കുട്ടികൾ അർഹിച്ച അംഗീകാരം കിട്ടാതായതോടെ അവർ പ്രകടിപ്പിച്ചതാണെന്നും അതിൽ അധ്യാപകർക്കും മാനേജ്മെന്റിനും യാതൊരു പങ്കുമില്ലെന്നും മാർ ബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിൽ വ്യക്തമാക്കി. സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയപള്ളിയുടെ ഉടമസ്ഥതയിൽ നടത്തിവരുന്ന മാർ ബേസിൽ സ്കൂള് കഴിഞ്ഞ 26 വർഷമായി സ്പോർട്സ് രംഗത്ത് സ്റ്റേറ്റിലും നാഷണലിലും ഒളിമ്പിക്സിലും കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന കായികമേളയിലുണ്ടായ സംഭവം കുട്ടികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ കുട്ടികളുണ്ടായ ഒരു വികാരപ്രകടനമാണ്. മാനേജ്മെന്റ് ഭാഗത്തുനിന്നോ സ്കൂളിന്റെ ഭാഗത്തുനിന്നോ അതിന് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് 150ഓളം കുട്ടികൾ ഈ സ്കൂളിൽ ഹോസ്റ്റൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ ഭാവിയെ പരിഗണിച്ച് MLA-യുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുമായിട്ട് മുമ്പോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.